വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ മാത്രം, ലോകത്ത് എവിടെയും ഒരു പണ്ഡിതനും പറയാത്തൊരു തെളിവ് വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കാറുണ്ട്. ഒരു കിതാബിലും ഇല്ല, എവിടെയില്ല. ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാത്ത വആതീന സകാത്ത വഅതാഅന അല്ലാഹു വറസൂലു തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് സൂറത്തുൽ അഹ്സാബിലാണുള്ളത്. ഈ ആയത്തിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. അതായത് നബിയുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മാതാക്കളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് പറയുന്നത്, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്നാണ്. നബിയുടെ ഓരോ ഭാര്യയെയും ആ കാലത്തുണ്ടായിരുന്ന പ്രമുഖരും മുതിർന്നവരുമായ സഹാബി വര്യന്മാർ പോലും വിളിക്കുക യാ ഉമ്മ എന്നാണ്. നബിൻ്റെ ഭാര്യമാർക്ക് മാത്രമായിട്ട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. അവർ മറ്റുള്ളവരെക്കാൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അവർ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വേഷത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അടക്കവും ഒതുക്കവും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖുർആൻ പറയുന്നത്, നിങ്ങൾ വല്ല വേണ്ടാവൃത്തിയും ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ട ശിക്ഷ കിട്ടുന്നുണ്ട്. നബിൻ്റെ ഭാര്യമാർക്ക് മറ്റുള്ളവരെക്കാൾ ഇരട്ടി ശിക്ഷ കിട്ടുമെന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ്. ആ വിഷയത്തിൽ ഒരു ആയത്താണിത്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ ജാഹിലിയ കാലത്ത് സ്ത്രീകൾ നടന്നിരുന്നത് പോലെ, സൗന്ദര്യം പ്രകടിപ്പിച്ച് പ്രകടമാക്കി നടന്നിരുന്നത് പോലെ നടക്കരുത്. വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കണം. വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കണം. എന്നിട്ട് നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലിനൊക്കെ അനുസരിക്കുകയും ചെയ്യണം. നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ സ്ത്രീ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമവുമില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് പ്രചരിപ്പിക്കപ്പെട്ടത്, ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതി പ്രചരിപ്പിക്കപ്പെട്ടത് ഇത് ഹിജാബിൻ്റെ ആയത്താണ് എന്നും, ഈ ഹിജാബിൻ്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ വന്നത് ഹിജാബിൻ്റെ ആയത്തല്ല, അത് വേറൊരു ആയത്താണ്. ഈ ആയത്തിൽ സ്ത്രീകളുമായിട്ട്, രണ്ടായത്തിലും ഇല്ല സ്ത്രീകളുടെ ജമാഅത്തുമായിട്ട്. നബിയുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. ഇനി അത് വിശാലമായി പണ്ഡിതരെ വ്യാഖ്യാനിക്കുമ്പോൾ ആ തത്വമൊക്കെ നബിൻ്റെ ഭാര്യമാർക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണല്ലോ പറയുക എന്ന് പറയുകയല്ലാതെ ഇതിൽ സ്ത്രീകളുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുമായി നടന്ന വിവാഹ ബന്ധം, ആ വിവാഹത്തിൽ നബി ആളുകൾ സൽക്കാരത്തിന് ക്ഷണിച്ചു. സൽക്കാരം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും വെള്ളമൊക്കെ തന്നെയാണ്, അതിലപ്പുറമൊന്നും അവിടെ ഉണ്ടാവില്ല. ആ സൽക്കാരത്തിന് ആളുകൾ വന്നു. നബിയുടെ വിവാഹ സദ്യക്ക് വന്നു ആളുകൾ, ഭക്ഷണം കഴിച്ചു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഭാര്യമാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന സംഭവത്തിൽ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന ആയത്തിറങ്ങി. അതേപോലെ പിന്നീട് ഇറങ്ങിയ ഒരായത്താണിത്. വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി താമസിക്കണം എന്ന് പറയുന്ന അവർക്കുള്ള നിയമം. ഇതിലൊന്നും സ്ത്രീകളുടെ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം എന്താണോ ഈ വിഷയത്തിൽ നിയമമായിട്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ നിൽക്കണം. ഇനി ഇതിന് അവസാനം പറയുന്ന ഒരു വിശദീകരണം കൂടി ശ്രദ്ധിക്കുക. ഈ കാലത്ത് വളരെ അപകടകരമായ സാഹചര്യമാണ്. ഫിത്നകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാറുണ്ട്. ഇതും ഒരു ശരിയായ വ്യാഖ്യാനം കാഴ്ചപ്പാടുമല്ല. കാരണം ഇന്ന് നമ്മൾക്ക് അറിയുന്നൊരവസ്ഥ, നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾ കയറിപ്പോകാത്ത, കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല. ഒരു മേഖലയുമില്ല. സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കിയാൽ കാണാം 52% സ്ത്രീകളാണ് അധികം, പുരുഷന്മാരെക്കാൾ കൂടുതൽ. എല്ലാ മേഖലയിലും ജോലി, ഉദ്യോഗം, യാത്ര ഒക്കെ സ്ത്രീകൾ പോകുന്നു. സ്വയം വാഹനം ഓടിച്ചു പോകുന്നതിനൊന്നും ഹറാമായിട്ടൊന്നുമില്ല. ഹറാം അവനാൻ ചെയ്യുന്നേ ഉള്ളൂ, നിയമപരമായിട്ട് തടസ്സമല്ല. ഈ മേഖലയിലൊക്കെ സ്ത്രീകൾ പോകുന്നു. ഒരു പ്രയാസവും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല.
ആൺകുട്ടികൾ പഠിക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പെൺകുട്ടികൾ പോയി പഠിക്കുന്നു. ഈ ആളുകളുടെ ഒക്കെ മക്കൾ പഠിക്കുന്നു, ഉദ്യോഗം ഭരിക്കുന്നു, ഒരു പ്രയാസമില്ല. ആകെ പ്രശ്നം ഉള്ള ഒരു സ്ഥലേ ലോകത്തുള്ളൂ, അത് പള്ളിയുടെ അകമാണ്. അവിടെ ചെന്നാൽ ഫിത്ന ഉണ്ടാവുന്ന അങ്ങനെ ഉണ്ട് ഒരു നിയമം. പള്ളിയുടെ അകത്ത് ഫിത്നയല്ല ഉണ്ടാകുന്നത്. പള്ളിയിൽ വരുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അത് ഫിത്ന ഉണ്ടാകുന്ന സ്ഥലമല്ല, ഫിത്ന ഇല്ലാതാകുന്ന സ്ഥലമാണ്. ബാക്കി ഈ സ്ഥലങ്ങളിലൊക്കെ ഫിത്നയ്ക്ക് ധാരാളം സാധ്യത ഉണ്ട്. ഫിത്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് പള്ളിയിലേക്ക് പോകരുത് എന്ന് പറയുന്നത് എന്ന് പറയാൻ ന്യായമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയ ഫിത്നകളൊക്കെ ഉണ്ടായിട്ട് റസൂൽ അനുവദിച്ചിട്ടുണ്ട്. പള്ളിയിൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ചില സംഭവങ്ങൾ ഏത് കാലത്തും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് റസൂൽ അനുവദിക്കുകയും അവർ വിരോധിക്കുകയും തടയരുത് എന്ന് പറയുകയാണ് ചെയ്തത്. രാത്രിയിൽ പോലും തടയരുത് എന്ന് പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ അവർ പോട്ടെ എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കാനല്ലേ എന്നാണ്. ആ ആരാധനയ്ക്ക് തടസ്സം നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം പറയാൻ ലോകത്ത് ആർക്കും അവകാശവുമില്ല. അള്ളാഹും റസൂലും ഹറാമാക്കാത്തൊരു കാര്യം ഹറാമാക്കാൻ ആർക്കും അവകാശമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടത് നിർബന്ധമായും നിങ്ങൾ പള്ളിയിലെത്തണമെന്നാണ്. ഒരു മതത്തിന്റെ വിധിയായിട്ടല്ല, അല്ലാത്ത നിലയ്ക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ പള്ളിയിൽ വന്ന് ഖുതുബ കേൾക്കണമെന്നും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കണമെന്നും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളിടത്ത് എത്തണമെന്നും ഈദ്ഗാഹുകളിൽ പങ്കെടുക്കണമെന്നും ഒക്കെ തന്നെയാണ് സ്ത്രീകളെ പഠിപ്പിക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും പോകുന്ന സ്ത്രീകൾക്ക് ആരാധനയ്ക്ക് മാത്രം ഫിത്ന ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആരാധനയ്ക്ക് വരുമ്പോൾ നന്നാവുകയാണ് ചെയ്യുന്നത്. പള്ളിയിൽ വന്ന് ഖുതുബ കേട്ടാൽ നന്നാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീടുകളിലെ സ്ത്രീകളെ കഴിയുമെങ്കിൽ ജുമാക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ഖുതുബ കേൾക്കാം, സംഘമായിട്ട് നമസ്കരിക്കാം, ജമാഅത്തായിട്ട് നമസ്കരിക്കാം. അതിന്റെ പുണ്യമൊക്കെ അവർക്ക് സമ്പാദിക്കാൻ കഴിയും. അത് ഹറാമാണ് എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഒക്കെ നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നുണ്ട്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ. അത് രണ്ടും അവലംബിച്ച് ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് പിഴവ് സംഭവിക്കില്ല. കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, രണ്ടാമത് റസൂലിന്റെ സുന്നത്താണ്. ഈ രണ്ടിലും ഉള്ളതിൽ നിയമം പറയാൻ പാടുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു പൗരോഹിത്യ സഭ മതനിയമങ്ങൾ മാറ്റാനും അവകാശമുള്ള ഒരു സുനഹദോസ് ക്രൈസ്തവ സഭ പോലെ നമ്മൾക്കില്ല. നമുക്ക് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണ് നമ്മളുടെ അവലംബം. ഈ രണ്ടും വെച്ച് നമുക്ക് സ്ത്രീകളെ തടയാനോ ഹറാമാക്കാനോ യാതൊരു ന്യായവുമില്ല. ഇപ്പോഴത്തെ ഈ ചർച്ചകളിൽ അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും അവർ നമസ്കരിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മറ്റു തടസ്സങ്ങളൊക്കെ വരുന്നത് നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിക നിയമം യഥാവിധി മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജ്ജാത്ത്.